അമ്മയുടെ ക്രൂരതയ്ക്കൊപ്പം ബന്ധുവിന്റെ ക്രൂര പീഡനവും. 4 വയസ്സുകാരി ലോകത്തോട് വിട പറഞ്ഞത് ഏറെ വേദന ഏറ്റുവാങ്ങി. മൂഴിക്കുളം പാലത്തിൽ നിന്നും അമ്മ വെള്ളത്തിലിട്ട് കൊലപ്പെടുത്തിയ 4 വയസ്സുകാരിയുടെ പോസ്റ്റ്മോർട്ടം നീണ്ടപ്പോഴേ ചില സംശയങ്ങൾ ഉയർന്നിരുന്നു. കുഞ്ഞ് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്ന വിവരം ഡോക്ടർ പോലീസിനോട് പങ്കുവച്ചതോടെ ഏവരും ഞെട്ടി. ഇതേക്കുറിച്ച് അമ്മയ്ക്ക് മൗനമായിരുന്നു. പിന്നാലെ ആരെന്ന് കണ്ടെത്തുകയായിരുന്നു പോലീസിന് മുന്നിലുള്ള ദൗത്യം. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് കുഞ്ഞിന്റെ അടുത്ത ബന്ധുവിനെ പുത്തൻകുരിശ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ആദ്യം അയാൾ കുറ്റം നിഷേധിച്ചു. ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോൾ ഇയാൾ ലൈംഗിക വൈകൃതമുള്ളയാളാണെന്ന് ബോധ്യമായി. പ്രതി ഇതുതന്നെയെന്ന് ഉറപ്പിച്ചുള്ള ചോദ്യം ചെയ്യലിൽ ഒടുവിൽ കുറ്റസമ്മതം. പറ്റിപ്പോയെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥന്റെ കാലിൽ വീണ് കരഞ്ഞു. കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി അച്ഛന്റെ അടുത്ത ബന്ധു കുട്ടിയെ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട്. കൊല്ലപ്പെട്ട ദിവസവും പീഡനത്തിന് ഇരയായെന്ന് പോലീസ് വ്യക്തമാക്കി. സ്ഥിരമായി അശ്ലീല ദൃശ്യങ്ങളും മറ്റും കാണാറുള്ള ഇയാൾ ബന്ധുത്വം മുതലാക്കിയാണ് കുട്ടിയെ പീഡിപ്പിച്ചത്. വിവരം കേട്ട് ഞെട്ടിയെന്നും കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്ന കാര്യം അറിഞ്ഞിരുന്നില്ലെന്നും അംഗനവാടി ടീച്ചർ മാതൃഭൂമി ന്യൂസിനോട്. എന്റെ മനസ്സിലാ നമുക്കൊന്നത് തിരിച്ചറിയാൻ പറ്റിയില്ല എന്നൊരു സങ്കടമാണത്. നമുക്ക് ഒരു കാരണവശാലും ഒരു സംശയവും അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു ഭാവമാറ്റം ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. നമുക്ക് എടുത്തു പറയപ്പെട്ടതായ ഒരു കാര്യവും കുട്ടിയിലില്ലായിരുന്നു. കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവുണ്ടായിരുന്നതായാണ് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞത്. കുട്ടി പീഡിപ്പിക്കപ്പെട്ട വിവരം ബന്ധുക്കൾ ആരെങ്കിലും അറിഞ്ഞിട്ട് മറച്ചുവെച്ചെന്ന് വ്യക്തമായാൽ അവരും കേസിൽ പ്രതിയാകും. കുട്ടി പ്രകൃതിവിരുദ്ധ പീഡനത്തിനടക്കം ഇരയായെന്നാണ് വിവരം. 4 വയസ്സുകാരിയുടെ സംസ്കാര ചടങ്ങിൽ വലിയ വികാരപ്രകടനം നടത്തിയ അടുത്ത ബന്ധു ഇത്തരമൊരു ക്രൂരകൃത്യം കുഞ്ഞിനോട് ചെയ്തെന്ന വാർത്ത നടുക്കത്തോടെയാണ് നാട് ശ്രവിച്ചത്. സംരക്ഷിക്കാൻ ചുമതലയുള്ളവരാണ് ഇവിടെ വില്ലന്മാരായി തീർന്നത്. കളിയും ചിരിയുമായി അംഗനവാടിയിലിരിക്കുന്ന കുഞ്ഞിന്റെ ദൃശ്യങ്ങൾ ഏവർക്കും ഇന്ന് ഒരു നൊമ്പരമാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.